ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂവാറിലേക്കാണ്. അനിയനും അനിയത്തിയും കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പൂവാറിലേക്കൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. പൂവാറിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോകുന്ന ഒരു 1.5 മണിക്കൂറുള്ള ഒരു ബോട്ട് യാത്രയാണ്. അതായത് ഈ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോയി പിന്നെ 1-2 ഡെസ്റ്റിനേഷൻസൊക്കെ ഉണ്ടാവും. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഡെസ്റ്റിനേഷൻസൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ ബീച്ചിലെത്തിച്ചേരും. അങ്ങനത്തെ ഉള്ളൊരു ബോട്ട് യാത്രയാണ്. ഏകദേശം 1.5 മണിക്കൂറിനകത്തെടുക്കും ഈ ഒരു ബോട്ട് യാത്ര കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഞങ്ങൾ 3500 പറഞ്ഞിരുന്നത്. പിന്നെ ബാർഗെയിനൊക്കെ ചെയ്യാം കേട്ടോ. 3000-നും 2500-നും 2000-നും ഒക്കെ ഇവർ പാക്കേജസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയത് 3000-ൻ്റെ പാക്കേജാണ്. ശരിക്കും നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സൈഡിലെല്ലാം ആയിട്ട് നിറയെ സഞ്ചാരികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല സൂപ്പർ ജേർണി ആയിരുന്നു. ഈ ബോട്ടിനകത്ത് നമ്മളിങ്ങനെ പോകുന്നത് അത്യാവശ്യം നല്ല തണുപ്പും അങ്ങനത്തെ. നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കൂടി കാണാം. നമ്മളിപ്പോൾ ഈ 3 മണിക്ക് എന്ന് ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ബോട്ട് ബീച്ചിൻ്റെ സൈഡിലേക്കായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സൺസെറ്റിൻ്റെ കറക്റ്റ് ടൈമായിരിക്കും. ആ സൺസെറ്റ് ടൈമിലേക്ക് എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. സോ ഞങ്ങൾക്ക് സൺസെറ്റും നന്നായിട്ട് കാണാൻ പറ്റി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ചുറ്റും ഫുള്ള് കണ്ടൽക്കാടുകളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു യാത്ര ശരിക്കും ഒരു ബോട്ടിന് പോകാനുള്ളൊരു സ്പേസാണ് ഉള്ളത്. പക്ഷെ നിറയെ ട്രാഫിക് ഉണ്ട് കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ നിറയെ ബോട്ടുകൾ വരുന്നുണ്ട്. ചെറിയ ബോട്ടുകളാണ്. എല്ലാ ബോട്ടിലും ഒരു മാക്സിമം 4 to 5 പീപ്പിൾ മാത്രമേ അതിനകത്ത് കാണുള്ളൂ ഓരോ ബോട്ടിലും. ഈ ബോട്ട് ആദ്യം പോകുന്നത് ഒരു തെങ്ങിൻ തോപ്പുകളുടെ ഇടയിലൂടെ കേട്ടോ. ഫസ്റ്റ് തെങ്ങിൻ തോപ്പുകളുടെ ഇടയിലൂടെ പോയി, എന്നിട്ട് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ കയറി, പിന്നെ ചെറിയൊരു നദി പോണക്കുള്ള ഒരു നദി അല്ലൊരു കുളം പോണക്കുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിവർ പോകുന്ന ആ ഒരു 2 സൈഡിലായിട്ട് നിറയെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ ബാക്ക് വശമൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നിറയെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പൊന്മാൻ, ഈ പൊന്മാൻ്റെയൊക്കെ അടുത്ത് വരെ ബോട്ട് കൊണ്ടുവന്നിട്ട് പോലും അതിന് ഒരു അനക്കമില്ല. കാരണം ഇതൊക്കെ യൂസ്ഡാണ്. ഡെയിലി ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കണ്ട് അതൊക്കെ യൂസ്ഡാണ്. നമ്മളിത് എത്ര അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്തിട്ട് പോലും ഈ ബേർഡ്സ് ഒന്നും അനങ്ങുന്നേയില്ല അവിടുന്ന്. സോ ഞങ്ങൾ 4 പേരും കൂടെ വെറുതെ നമ്മുടെ ഈ ബോട്ടിൻ്റെ ആ ഒരു ഒലച്ചിൽ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്നാണ് നമ്മുടെ ബോട്ട് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് എല്ലാവരും ഇരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇവിടെ അധികം പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ അതിന് പ്രത്യേകമായിട്ട് ആൾക്കാർ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ഞാൻ അവരോട് തിരക്കിയിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അങ്ങനെയല്ല, വിവരമുള്ളൊരു പ്ലാസ്റ്റിക് ഒന്നും ഇടില്ല, വിവരമില്ലാത്തൊരു പ്ലാസ്റ്റിക് ഇടും എന്നുള്ള കമൻറ്റാണ് ചേട്ടൻ പറഞ്ഞത്. അല്ല, അത് അത്യാവശ്യം നല്ല രീതിയിലാണ് വെള്ളമൊക്കെ നല്ല പ്ലാസ്റ്റിക്കോ മലിനീകരണമോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരോ റിസോർട്ടുകളുടെ ബാക്ക് ഭാഗത്താണ് ഈ ഒരു റിവർ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പൂവാർ ഐലൻഡ് റിസോർട്ടാണ്. അങ്ങനെ കുറേ വെറൈറ്റി റിസോർട്ടുകളുണ്ട്. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. ഒരു 1.5 hours എനിക്കിങ്ങനെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കുറേ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇത് ഇടയ്ക്കുള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഇത്. ഇതൊരു പള്ളിയുടെ ഒരു കുരിശടി പോണക്കത്തെ സംഭവമാണ്. പിന്നെ ഇത് എലിഫൻറ്റ് റോക്ക് എന്ന് പറയുന്നത്. ഇതിനെ എലിഫൻറ്റിൻ്റെ ഒരു രൂപത്തിലായതുകൊണ്ടാണ് ആ റോക്കിനെ എലിഫൻറ്റ് റോക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. പിന്നെ ഈ റിവറിൻ്റെ നടുക്കൊരു പഞ്ചാബി ധാബയുണ്ട്. അവിടെ ഫുഡൊക്കെ ഉണ്ട്. ഇത് ഐസലോഡി കുക്ക്, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോർട്ടുകളുടെയൊക്കെ ബാക്ക് ഭാഗങ്ങളാണ്. അപ്പം ലാസ്റ്റ് ഇയർ നമ്മളിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെറിറ്റേജ് റിസോർട്ട്, ഇതിൻ്റെയൊക്കെ ബാക്ക് ഭാഗമാണിത്. ഇത് ഏകദേശം നമ്മൾ ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട്. സൺസെറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിനി സൺസെറ്റും കണ്ട് ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോവുകയാണ് എല്ലാവരും. നമ്മുടെ ബോട്ട് വന്ന് ബീച്ചിൽ നിന്നു. നമ്മുടെ ബോട്ട് ചേട്ടനൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. ശേഷം ഞങ്ങളെല്ലാവരും ബീച്ച് സൈഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബീച്ച് അത്ര അത്യാവശ്യം വൃത്തിയുണ്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബീച്ചുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. അധികം പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ബീച്ചാണിത്. അപ്പോൾ ഈ ഒരു സൺസെറ്റ് ടൈം കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കാനൊരു സമ്മതിക്കില്ല. അത് കഴിഞ്ഞാൽ എല്ലാവരും പൊക്കോണം. അങ്ങനെ പോലീസോ സെക്യൂരിറ്റി ഗാർഡ് അവരൊക്കെ വന്നിട്ട് സൺസെറ്റ് കഴിഞ്ഞാൽ പോകണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ പോസ് ചെയ്തു. അപ്പോൾ ഒട്ടകം വരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് സവാരി ഉണ്ട് കേട്ടോ. ഒട്ടകമുണ്ട്, കുതിരയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഒട്ടകത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്, ഇടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ ക്യാമറാമാൻ നേരെ ഒട്ടകത്തിൻ്റെയൊക്കെ ആയിട്ട് പുറകിലോട്ട് പോകുന്നുണ്ട്.
ഒട്ടകത്തിന് പുറത്ത് സഫാരി നമ്മൾ എത്രയാണ് ചോദിച്ചില്ല, എത്രയാവുമെന്നൊന്നും അതിൻ്റെ റേറ്റ് ചോദിച്ചില്ല. നമുക്ക് ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പോകാനാണ്. ദേ അപ്പോഴേക്കും സൺസെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ കയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബീച്ചിനകത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളൊരു പട്ടമൊക്കെ വാങ്ങിച്ചിങ്ങനെ പറത്തി സൺസെറ്റ് വരെ ആ പട്ടമൊക്കെ പറത്തിക്കൊണ്ട് നിന്ന്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരോടും തിരിച്ചു പോകാനായിട്ട് ഗാർഡ് വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പട്ടമൊക്കെ തിരിച്ച് ചുറ്റി നേരെ ബോട്ടിലേക്ക് കയറി എല്ലാവരും തിരിച്ചു പോകാനുള്ള ശരിക്കും അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഈ ഒരു ബോട്ട് ചേട്ടൻ്റെ നമ്പറും. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി എല്ലാ സ്ഥലങ്ങളും നമ്മളെ കൊണ്ട് കാണിച്ചു. കുറേ ഡെസ്റ്റിനേഷൻസിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നമുക്ക് നിർത്തി തരികയൊക്കെ ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യും. താങ്ക് യു.